ഷാജിയുടെ കല്യാണം ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഷാജി ഒരു വീഡിയോ ഇട്ടു. മുമ്പ് കല്യാണം കഴിഞ്ഞില്ലായിരുന്നോ? ഭർത്താവ് മരിച്ചതിന് ശേഷം കല്യാണം ആരൊക്കെയോ കെട്ടി. ഒന്ന് ഗൾഫിൽ നിന്ന ഒരാൾ 5 പവൻ്റെ മാല കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് കൊടുത്തു. പിന്നെ വേറൊരാൾ കെട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും ഷാജിദാര പൂരം പാട്ട് കേൾക്കാം. ഇവിടെ ഉണ്ടടി 3 കോള് വിളിച്ചതിന്റെ റെക്കോർഡ് ഇവിടെ എന്റെ മോൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നീ വിളിച്ചപ്പോ നല്ല ആരാണ് എന്താണ് ഏത് ഷാജിദ ഏത് ഷിബിലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമറി നീ കോള് വിളിച്ചു, ഞാൻ ഇടയിൽ കയറി സംസാരിച്ചു. ഇത് പൂരം പാട്ടാണ് കേട്ടോ. ഷാജിദ കല്യാണം ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കല്യാണം ആയ കാര്യം ആരൊക്കെയോ ചോദിച്ചു, മെസ്സേജ് ഇട്ട് ചോദിച്ചെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഷാജിദ ചെയ്തായിരുന്നു. കുറേ പ്രപ്പോസലായിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് തന്നെ പറയാ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ. എനിക്ക് ഞാൻ പറയട്ടെ, കോഴിക്കോട് തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഫ്രണ്ട്സായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, അല്ലാണ്ട് കുറേ പേരുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നവർ അവരുടെ ആരുടെയെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരാർക്കെങ്കിലും എനിക്ക് നിക്കാഹ് ചെയ്ത് തന്നാ ഈ പറയുന്ന ആൾക്കാർ അല്ല. കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വീഡിയോ ഇട്ടു, ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. നീ അല്ലേ അവിടെ എവിടെയും ചെന്നിരുന്നിട്ട് ഓരോരുത്തരെ കൈ പിടിച്ചു വെച്ചിട്ട് പാട്ടൊക്കെ ഇടുന്നത്? കൽബേ മുത്തേ ശൃംഗാരി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇടണം. കൽബേ മുത്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പാട്ട് കൈ പിടിച്ചു വെച്ചിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഒരാണിൻ്റെ കൈയാണെന്ന്. അപ്പോഴ് ആളുകൾക്ക് തോന്നും അത് കല്യാണം കഴിഞ്ഞെന്ന്. അഥവാ ചിലപ്പോൾ ഇഷ്ടത്തിലായിരിക്കും, ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ ആളിൻ്റെ കൈ പിടിച്ചു വെച്ചിട്ട് ചിലപ്പം വീഡിയോ ചെയ്തതായിരിക്കും. അതൊക്കെ കൊണ്ട് ആളുകൾ ചോദിക്കും, കമൻ്റ് ഇട്ടായിരുന്നാലും ചോദിക്കും, അല്ലാതെ ചിലപ്പോൾ അല്ലാതെ മെസ്സേജ് ഇട്ടായിരുന്നാലും ഒക്കെ ചോദിക്കുമായിരിക്കും. അത് സ്വാഭാവികം. പിന്നെ നീയല്ലേ കണ്ടൻറ്റ് ഇട്ട് കൊടുക്കണത്, കണ്ടൻറ്റിന് വേണ്ടിയാണോ എന്നറിയില്ല. അയ്യോ എന്താ ഇപ്പം ക്രീം തേച്ചാണോ എന്തോ ഷാജിദാര മുഖമൊക്കെ അങ്ങ് ഒരുമാതിരി ആയിപ്പോയി. അപ്പം അത് അവരുടെ പ്രശ്നമാണ്. ഞാൻ അതിൽ എന്താ പറയുക, ഞാനത് മിണ്ടാണ്ടിരുന്നതാണ്. പിന്നെ എനിക്ക് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മെസ്സേജുകൾ ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് ഓരോരുത്തർ ഷാജി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താ സംഭവം കഴിഞ്ഞോ? ചില ആൾക്കാരെ വിളിച്ചിട്ട് കഴിഞ്ഞാൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ, സന്തോഷം കൊണ്ട് കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്, ആകാംക്ഷ കൊണ്ട് കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അല്ല, കല്യാണം കഴിഞ്ഞെങ്കിൽ അത് സന്തോഷം തന്നെ. 5 മക്കളെയും കൊണ്ട് ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അന്ന് ഉമ്മാരെ കൂടെ ആയിരുന്ന സമയത്ത് ഉമ്മാരുമായിട്ട് അടിയൊക്കെ ആയി, ഉമ്മാരെ തുണിയില്ലാത്ത വീഡിയോ എടുത്ത് പബ്ലിക്കിലിടുമെന്നും പറഞ്ഞ് അവിടെ ഭയങ്കര അടിയും പിടിയും വെട്ടും കുത്തുമൊക്കെ ആയി. അങ്ങനെയാണ് അവിടെ നിന്ന് ചന്ദനത്തടി അങ്ങോട്ടേക്ക് മുറിക്കാൻ പോയി. ചന്ദനത്തടി മുറിച്ച് വണ്ടി കയറ്റും മുമ്പൊക്കെ അങ്ങനെയൊക്കെ നാട് കടത്തി. ഒരു ബന്ധുക്കാരായിരുന്നാലും അയൽവാസികളായിരുന്നാലും എല്ലാവരും കൂടെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഓട്ടിക്കുകയാണ് ചെയ്തത്. പിന്നെയാണ് ഷെരീഫിൻ്റെ വീട്ടിൽ ചെന്ന് കിടന്ന് അവരെയൊക്കെ ചീത്ത വിളിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളായതാണ്. അതെല്ലാവർക്കും അറിയാം. കല്യാണം കഴിഞ്ഞെങ്കിൽ നല്ലത് തന്നെ. 5 മക്കളെയും കൊണ്ട് കഷ്ടപ്പെടുന്ന പാട് അറിയാം. ഒന്നായിരുന്നാലും 2 മക്കളായിരുന്നാലും കൊണ്ട് കഷ്ടപ്പെടുന്ന പാട് അറിയാം. ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ കഷ്ടപ്പെടുന്ന കാര്യമാണ് ഈ പറയണത്. അങ്ങനെ തോന്നിയെങ്കിൽ അത് നല്ല കാര്യം. അങ്ങനെ കുറേ ആൾക്കാർ വിളിക്കുന്നത്. അപ്പോൾ സത്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ ഒരു സംഭവം ഇതുവരെയ്ക്കും ഇല്ല. പിന്നെ കൈ പിടിച്ചു വെച്ച് വീഡിയോ ഇട്ടതാ. മുമ്പൊക്കെ അല്ലാതെ ഒരുപാട് കഥകളൊക്കെ ഉണ്ടായി. പുള്ളിക്കാരി ഒരുപാട് വീഡിയോ ചെയ്തു, ഒരുപാട് ഇൻ്റർവ്യൂ കൊടുത്തു. അവരെന്നെ കെട്ടാൻ പോകുന്നു, അവർ കെട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞും കൊണ്ടൊക്കെ താലിമാലയൊക്കെ ഇട്ടുന്ന വീഡിയോയൊക്കെ ഇറക്കിയായിരുന്നു. ഇപ്പം എന്നിട്ട് അതിന് ശേഷം ഇപ്പോഴും കൈ കൊടുത്തിട്ടൊക്കെ വീഡിയോ ചെയ്തായിരുന്നു. അത് കണ്ടുകൊണ്ടായിരിക്കും ആളുകൾ പറഞ്ഞത്. ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഓരോ വീഡിയോസ് ഇടണമെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ വായടയ്ക്കാൻ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇട്ടാലാണ് ഒന്ന് അടങ്ങി നിൽക്കുള്ളൂ ഓരോരുത്തർ. അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോസ്. പിന്നെ ആളെയൊക്കല്ലേ കുഴപ്പം. നീ അവിടെ കല്യാണം കഴിക്കാൻ പോണേന് ആളെയൊക്കെയാണ് കുഴപ്പം. ആളുകൾ അടങ്ങി കിടക്കാൻ വേണ്ടിയാണെന്ന് ആളുകളെ കയ്യും കാലും, ആണുങ്ങളെ കയ്യും കാലും ഒക്കെ പിടിച്ചു വെച്ചിട്ട് വീഡിയോ ഇടുന്നത്. നല്ല പണിയായി.
അങ്ങനെ വീഡിയോ ഇട്ടാലല്ലേ ആളെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. അയ്യോ ഷാജിദ കല്യാണം കഴിച്ചു, ഇനി എനിക്കൊന്നും ചെയ്യാൻ വയ്യെന്നും പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് കരയണോ ഒരിക്കും. ആളുകളെ അങ്ങ് പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ ആളുകളെ കരയിക്കാൻ വേണ്ടിയിട്ടാ, എന്തരൊക്കെയാണ് എന്തോ പറയണം കേട്ടോ, അല്ലാണ്ടൊന്നല്ല. പിന്നെ വേറെന്താ, പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബർ അൻസാറിൻ്റെ കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ ആരനെ ചോദിച്ചിട്ടുണ്ട്. അത് അൻസാറിനെ വിളിച്ച് വരുത്തിയതാണ്. അത് ആ ബീച്ചിൽ അവിടെ വിളിച്ച് വരുത്തിയിട്ട് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവിടെ അയാളെ വിളിച്ച് വരുത്തിയിട്ട് അത് കണ്ട ആ വീഡിയോയാണ്. ആരെയാണ് കൂടുതൽ നിങ്ങൾക്കിഷ്ടം? അത് എനിക്കിഷ്ടം എൻ്റെ ഭർത്താവിനെയാണ്. പിന്നെ എൻ്റെ 5 മക്കളിനെയും കളഞ്ഞിട്ട് ഞാൻ പോവില്ല. എനിക്ക് എൻ്റെ 5 മക്കളിനെയാണ് ഇഷ്ടം. അഥവാ എനിക്ക് കല്യാണം കഴിഞ്ഞാൽ തന്നെ എനിക്ക് എൻ്റെ ഭർത്താവ്, അത് എവിടെയൊക്കെയോ പറയണ കേട്ട്, കല്യാണം കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഭർത്താവിനെ കൂടെ കൊണ്ടുപോകണം. മരിച്ചില്ലേ എപ്പോഴും? ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ അവിടെ നിന്നും കൊണ്ട് ആ ബീച്ചിൽ ഒരുത്തനെ വിളിച്ചിട്ട് നിന്ന് വിളമ്പണുണ്ട്. ഓഫ് കോഴ്സ് എൻ്റെ ഇക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത്. അത് പറഞ്ഞതിൽ ഇപ്പം എനിക്ക് വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. അങ്ങനെ മിസ് ചെയ്യണ ഇക്കാനെ വെച്ചിട്ട് നീ എന്താ മറ്റുള്ളവരുടെ കൂടെ നടന്നിട്ട് വീഡിയോ ഇടണമെന്ന് ചോദിക്കുന്നതിന് ഒരു അർഹതയില്ല. ഇക്ക മരിച്ചിട്ട് 3 വർഷമായി. അത് പറഞ്ഞിട്ട് എനിക്ക് കല്യാണം കഴിക്കാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ ഇനി എനിക്കൊരു റിലേഷൻഷിപ്പോ, അല്ലെങ്കിൽ എനിക്ക് ഇനിയൊരു ജീവിതം പാടില്ല എന്നൊന്നും ഏത് പുസ്തകത്തിൽ എഴുതി. അതൊക്കെ നല്ല കാര്യം തന്നെ. അത്രയ്ക്കുള്ള പ്രായമായുള്ളൂ. അത് അവൾ ഷാജിദ തന്നെ പറയുന്നുണ്ട്, എനിക്ക് അത്രയ്ക്കുള്ള പ്രായമായുള്ളൂ, എനിക്കൊരു കൂട്ട് വേണം, ഞാൻ കല്യാണം കഴിക്കും എന്ന് തന്നെ പറയണം. അതൊക്കെ നല്ല കാര്യം. മൂത്തമോൻ ജോലിക്കാൻ കണ്ട പഠിത്തവും അതിൻ്റെ കൂടെ എന്തോ ജോലിക്കാൻ കണ്ടൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. വെച്ചിട്ടില്ല. പിന്നെ ഇനി ഒരാൾ കല്യാണം കഴിച്ചാലും എന്തായാലും എൻ്റെ ഇക്കാനെ അപ്പോഴും എനിക്ക് മിസ് ചെയ്യും. അപ്പോഴും എന്നോട് ആറിനെ കാണാൻ തോന്നുന്നു ചോദിച്ചാൽ ഞാൻ അതെന്തായിരുന്നു, ഒരാൾ കല്യാണം കഴിച്ചാലും എനിക്കെൻ്റെ മരിച്ചുപോയ, അതായത് ആത്മഹത്യ തൂങ്ങി മരിക്കണേ, ആ മരിച്ചുപോയ ഇക്കാനെ മിസ് ചെയ്യും. അത് ഈ പറഞ്ഞ വാക്ക് ആളുകളെ ചുമ്മാ പ്രീതി പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്ക് അവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ആ ബീച്ചിൽ വെച്ച് അയാളെ വിളിച്ചു നിർത്തി ചോദിക്കുമ്പോഴത്തേക്ക് അയാൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഒരു വാക്ക് അവിടെയും പറയുന്നുണ്ട്. ഇതൊക്കെ വെറുതെ, ഇത് റീച്ചിന് വേണ്ടി. അയ്യോ പാവ ഷാജിദാക്ക് ഇപ്പോഴും ആ മരിച്ചുപോയ ഭർത്താവിൻ്റെ കൂടെയാണ് സ്നേഹം എന്നറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതാണ് സ്വാഭാവികം. പിന്നെ നിനക്ക് എങ്ങനെ മരിച്ച്, അല്ലെങ്കിൽ നിനക്ക് എങ്ങനെ ഇതൊക്കെ പറയണവരും അറിയണവരും, അല്ലെങ്കിൽ ഇങ്ങനെ വീമ്പിളക്കി നടക്കണവരും കൊന്നതാണെന്ന് പറയുന്നവരൊക്കെ തെളിവ് സഹിതം കൊണ്ടുവരിക, തെളിവുകൾ നിരത്തുക. ഇത് ഞാൻ പണ്ട് മുതൽക്കേ പറയണ ഒരു കാര്യമാണ് കേട്ടോ. കൂടുതലും ഞാൻ പിന്നെ ഇപ്പം കണ്ടന്റ് ഇല്ലാണ്ട് ഇങ്ങനെ കൂടെ നടന്നിട്ട് ഒരു നോണ്ടിയും കൊണ്ട് നടക്കലാണ് മെയിൻ ഇവരുടെ ഹോബി. അപ്പം അതിനൊന്നും ഞാൻ മറുപടി കൊടുക്കാണ്ട് അങ്ങനെ നടക്കാണ്. ആർക്കും മറുപടി ആരും ഒന്നിനും പിറകെ വരുന്നില്ല. നീ തന്നെയാണ് ഇതെല്ലാം പറയണത്. അല്ലെങ്കിൽ തന്നെ ആ ബീച്ചിൽ വെച്ച് അയാളെ വിളിച്ച് നിർത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടി വല്ല ആവശ്യം ഉണ്ടായിരുന്ന? അപ്പോഴും കണ്ടന്റ് കൊടുക്കുന്നത് ഷാജിദയാണ്. വേറെ ആരുടെയെങ്കിലും നിന്നുകൊണ്ട് വീഡിയോ എടുത്തിട്ട് അത് വേറൊരു അർത്ഥത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നതും എല്ലാം ഷാജിദ തന്നെയാണ്. പണ്ട് വയനാട് അവിടെ എങ്ങാണ്ടേക്ക് പോയി, അത് ഷർബലിയോ അത് അലിയുടെ കൂടെ എങ്ങാണ്ട് പോയി കാറിൽ വന്ന് ഇറങ്ങിയിട്ട് 2-3 ദിവസം അവിടെ റൂം എടുത്ത് കിടന്നു എന്ന് ഷാജിദ തന്നെയാണ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അങ്ങനെയൊക്കെ പഴയ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഷാജിദ തന്നെയാണ് കണ്ടന്റ് ഇട്ട് കൊടുക്കണം. പിന്നെന്തിനാണ് ഇവർ വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഞാൻ പറയേണ്ട കാര്യങ്ങളും ഞാൻ ജീവിച്ച കാര്യങ്ങൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതാണ് കാര്യം. കല്യാണം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ വീഡിയോ ഇടും. ആളിനെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു ലൈഫിൽ ഇപ്പോൾ അടുത്തൊരു ലൈഫ് അപ്പോൾ ഉണ്ട്. അപ്പോഴും കല്യാണം കഴിഞ്ഞിട്ട് വീഡിയോ ഇടും. അപ്പോൾ ഉടനെ കല്യാണങ്ങളൊക്കെ ഉണ്ട്. അടുത്ത പയ്യനെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ വീഡിയോ ഇടും. വീഡിയോയുടെ മുന്നിൽ പയ്യനെ കൊണ്ടുവരണം. 2 പേരും കൂടെ ഒരുമിച്ച് വീഡിയോ ഇടണം. സന്തോഷമേ ഉള്ളൂ.
എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒന്നും വരാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അത്ര വയസ്സൊന്നും ആയിട്ടില്ല. എനിക്ക് 33 വയസ്സ് 34 വയസ്സാകുമ്പോഴേക്കും ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കണമെന്നൊന്നുമില്ല. ഒരു ലൈഫ് എന്തായാലും 60-70 വയസ്സായ ആൾക്കാരടക്കം ഇപ്പോൾ കല്യാണം കഴിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എനിക്ക് ഒരു ലൈഫിലൊരു പാർട്ട്ണർ വേണമെന്ന് തോന്നി ഞാൻ എന്തായാലും തീർച്ചയായും അവരെ തിരഞ്ഞെടുക്കും. അതിലെൻ്റെ മക്കൾ തടസ്സമായിട്ട് വരില്ല ഒരിക്കലും. ഞാൻ ഇപ്പോൾ ഈ 3 വർഷം എൻ്റെ മക്കളെ കൂടെ നിർത്തിയിട്ട് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടും ലൈഫ് പാർട്ട്ണറായിട്ട് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ മക്കളുടെ കൂടെ ഏതൊരു ഒരുപാട് ഇത് വരുന്നുണ്ട്. കല്യാണാലോചന വരുമ്പോൾ ഞാൻ എന്താ പറയല്, എനിക്ക് ഇന്ന എത്ര മക്കളുണ്ട്, അവരുടെ ഉൾക്കൊള്ളാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഞാൻ ഇതിനിറങ്ങുള്ളൂ എന്ന് ഞാൻ പറയലുണ്ട്. അപ്പോൾ അതിന് ഉൾക്കൊണ്ട ആൾക്കാർ അപ്പോഴിങ്ങനെയുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരി പറയണത്. ആര് വന്ന് എന്നെ കല്യാണം കഴിച്ചാൽ എൻ്റെ മക്കളെ കൂടി ഏറ്റെടുക്കണമെന്നാണ് പറയണത്. മക്കൾ മൂത്തത് അത് ജോലിക്ക് പോകുന്നുണ്ട്, അതിൻ്റെ ഇളയതായിരുന്നാലും അവരൊക്കെ അത്യാവശ്യം ജോലി ചെയ്യാനുള്ള ഇതായി. പിന്നെ മറ്റേ കുട്ടികളൊക്കെ 1-2 പേരെ കണ്ട് ഇവിടെ നിന്ന് പഠിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അത് നല്ല കാര്യം തന്നെ, കല്യാണം കഴിക്കട്ടെ, സുഖമായിട്ട് ജീവിക്കട്ടെ. അപ്പം ഇതിന് മുമ്പ് ഷാജിദ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. മഹർ ഒന്ന് കാണിക്കാവോ? മഹറൊന്നും കാണിക്കാമോ? മഹറിന്റെ പേര് കാണിക്കാണ്ട് ഇങ്ങനെ കാണിക്കാം. അല്ലേ അത് കാണിച്ചോളൂ. എന്നായാലും എല്ലാ ആൾക്കാരും അറിയാനുള്ളതല്ലേ. ആയിക്കോട്ടെ, പക്ഷെ അത് പിന്നീട് അറിഞ്ഞാൽ മതി. മഹർ ഇക്ക തന്നെ ഇത് മുമ്പങ്ങാണ്ട് ഏതോ ഒരാൾ ഗൾഫിൽ നിന്നങ്ങാണ്ട് സ്വർണം കൊടുത്തെന്നോ അങ്ങാണ്ട് പറഞ്ഞു. ഇനി അതാണോ അതേ ഇനി ഷറഫ് അലി ഇട്ടതായിരുന്നോ എന്തോ. പുള്ളിക്കാരി ഒരുപാട് ഇന്റർവ്യൂ കൊടുത്തായിരുന്നു. താലിമാലെ എന്തര മഹർ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ കാണിക്കുന്നു. പേരിൻ്റെ ആദ്യ എസ് ആണെന്ന് പറയുന്നു. അത് പൊത്തിപ്പിടിച്ച് വെച്ചിട്ട് അപ്പം ഷറഫ് അലി ആരെങ്കിലും ആവട്ടെ, എന്താ ആവട്ടെ. കിട്ടിയതാണോ സ്വർണ്ണ? സ്വർണ്ണം 2.5 പവനുണ്ടല്ലേ. അപ്പൊ കൈ പിടിച്ചു തന്നത് ആരാണ്? കൈ പിടിച്ചു തന്നത് പേര് ഞാൻ കണ്ട്. പറയട്ടെ? വേണ്ട, പേര് പറയണ്ട. പറയട്ടെ? പറയാല്ലേ? ഇത്താടെ വീഡിയോയിലൂടെ കണ്ടാൽ പിന്നെ കാണാൻ പറ്റിയില്ല. അതൊക്കെ അടിച്ച് പിരിഞ്ഞ് ഇതായി പോയി. ആ പയ്യന് നിശ്ചയം കഴിപ്പിച്ച് വേറെ ഏതോ ഒരു പെണ്ണിനെ നിശ്ചയം കഴിപ്പിച്ചു വെച്ചു. കാസർഗോഡ് ആയിരുന്നു. അവനെയും കൊണ്ടാണ് വയനാട്ടിലൂടെ ഇവിടെയൊക്കെ കറങ്ങാൻ പോയത് ഷാജിദ. അതിനും കൂടെ അതാണ് ഷാജിദ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് 2-3 ദിവസം റൂം എടുത്തെന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അത് അന്ന് ഉമ്മാരെ കൂടെ ഉള്ള സമയത്തായിരുന്നു. എങ്കിലും നിങ്ങൾ സ്ത്രീകളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇതുപോലെ വളയിട്ട അങ്ങനെ വെച്ചിരിക്കുന്നവരെ ദയവ് ചെയ്ത് നിങ്ങൾ പോവരുത്. അവർ കല്യാണം കഴിഞ്ഞതാണോ, കല്യാണം കഴിഞ്ഞ് മക്കളുള്ളവരെയും ദയവ് ചെയ്ത് നിങ്ങൾ പിടിക്കരുതേ കയറി. മക്കളുള്ളവരെ അവരൊരു കുടുംബമായിട്ട് കഴിയണവരെ സന്തോഷത്തിൽ ചിലപ്പോൾ കഴിയണതായിരിക്കും, ചിലപ്പോൾ അടിച്ചും പിടിച്ചും കഴിയണതായിരിക്കും. എന്തു തന്നെ ആയിരുന്നാലും അങ്ങനെയുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ തല കൊണ്ട് വെക്കരുതേ. ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങൾക്ക് ഒരു കാലത്തും ഗുണം പിടിക്കൂല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ. പല സ്ത്രീകളും അങ്ങനെ ഉണ്ട്, പല സ്ത്രീകളും ഉണ്ട്. കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് കഴിയുന്ന ആണുങ്ങളെ വെറുതെ വിടാത്ത സ്ത്രീകൾ ഒരുപാട് സ്ത്രീകളുണ്ട്. എന്നാലും എനിക്കങ്ങ് പറയട്ടെ, ഒരു ക്ലൂ കൊടുക്കാം. വേണ്ട, എസ് വെച്ചാ തുടങ്ങുന്ന. നിങ്ങൾ ബാക്കി കണ്ടുപിടിച്ചു. ഓക്കെ, എസ് വെച്ചെന്ന് വേറെ ആരും അല്ലാതെ ഷറഫ് അലി അങ്ങാണ്ടാണ് എസ് വെച്ച് തുടങ്ങും. അതിനുശേഷം പുള്ളിക്കാരി വിശദീകരിച്ച് വന്ന് പറയുന്നുണ്ട്, അത് ഞാൻ വെറുതെ അത് മീഡിയയിലൊക്കെ അതും ഇത് എന്നെ പറയുന്നത് കൊണ്ടാണ്, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ആ താലിയിട്ട് ചുമ്മാങ്കിലും മഹർ എന്നൊക്കെ എടുത്ത് കാണിക്കണത്. അത് വെറുതെ അത് വിഷയങ്ങളായി പുള്ളിക്കാരൻ പേടിച്ച് നാട് വിട്ടുപോയി. പിന്നെ അതിനുശേഷം ഷാജിദാക്ക് ഭയങ്കര വിഷമങ്ങളായി, ദുഃഖങ്ങളായി, അങ്ങനെയൊക്കെ. എവിടെ ഗൾഫിലാങ്ങാണ്ട് നിന്ന ഒരുത്തന് 5 പവനോ അങ്ങനെ എങ്ങാണ്ടേക്ക് മാലയും കണ്ടേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അവനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് അവൻ സ്വർണ്ണമൊക്കെ കൊടുത്ത് അങ്ങനെയായിട്ട് അവന് തേച്ച് കളഞ്ഞു. പിന്നെയാണ് ഷറവലീര. അയ്യോ, അപ്പൊ ശരിക്കും എന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഒക്കെ മരിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിൽക്കണോണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ശല്യങ്ങൾ കൂടുതലാണ്. കാരണം ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞിട്ടും പോവാണ്ട് പല നമ്പറിന്നും നെറ്റ് നമ്പറിന്ന് വിളിച്ച് ഭയങ്കരമായിട്ട് ഒരാൾ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു തിരിച്ചടിയായിട്ട് അത് വെറുതെയാണ്. സംഭവം ഉള്ളതായിരുന്നു. മഹർ കൊടുത്ത് അതൊത്തിരി വിഷയങ്ങളായി. കൊച്ചു പയ്യനായിരുന്നു. അത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായതുകൊണ്ട് അവന് ഭയങ്കരമായിട്ട് അവൻ്റെ വീട്ടിൽ ഒരുപാട് വിഷയങ്ങളായി. അതുകൊണ്ട് അവൻ എല്ലാ കത്തിയും കൂടും കളഞ്ഞിട്ട് അവൻ്റെ പാട്ടിന് പോയെങ്കിലും എനിക്ക് തോന്നണില്ല സ്വർണ്ണമൊന്നും കൊടുത്തൊന്നും കാണുമൊന്നുമില്ല. തിരിച്ച് അവൻ കൊണ്ടിട്ടായിരുന്നാലും ഏവൻ കൊണ്ടിട്ടിരുന്നതായിരുന്നാലും തിരിച്ച് കൊടുത്തിട്ടൊന്നും കാണൂല. അപ്പം അങ്ങനെ പോയതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. മൊത്തത്തിൽ പാട്ടായി.
ഒരു തിരിച്ചടിയായിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ ശരിക്കും കല്യാണം ശരിക്കും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എൻ്റെ കല്യാണ വിഷയം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതാണ് ഹസ്ബൻഡ്, ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞതെന്ന് ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ ഇട്ടിട്ടില്ല. ഇത്രയും ബോൾഡായിട്ടുള്ള ഇട്ടിട്ടില്ലെങ്കിലും മഹറൊക്കെ കൊണ്ടുവന്ന് എല്ലാ ഇൻ്റർവ്യൂകളിലും കാണിച്ചല്ലോ, ഒരുപാട് ഇൻ്റർവ്യൂകളിൽ കൊണ്ടുവന്ന് കാണിച്ചായിരുന്നല്ലോ. എൻ്റെ മഹർ ഇതാണ്, പേരിൻ്റെ അക്ഷരം, ആദ്യത്തെ അക്ഷരം ഇതാണ്, പൊത്തിപ്പിടിച്ചിട്ട് കാണിച്ചല്ലോ. ഷാജിദ എന്തുകൊണ്ടാണ് ഇത്രയും മോശപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോയത്? ഇതൊരു മോശമല്ലല്ലോ. കല്യാണം എന്നുള്ളൊരു നാടക പ്ലാൻ എപ്പോഴാണ് ഇട്ട് തുടങ്ങുന്നത്? നിശ്ചയം കഴിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പയ്യനാണ്, അവനെ അടിച്ചു മാറ്റി കൊണ്ടുവരണോ എന്നുണ്ടെങ്കിൽ അത് മോശം പ്രവൃത്തി തന്നെയാണ്. അല്ലെങ്കിൽ നീ ഒന്ന് കല്യാണം കഴിക്കാത്ത ഒരുത്തനെ നോക്കിക്കോ. എത്രയോ സ്ഥലത്ത് അങ്ങനെ ഉണ്ട്, അതിന് കുഴപ്പമില്ല. ഒരു കുടുംബമായിട്ട് കഴിയാത്ത ഒരാളിനെ നോക്കിക്കോ. ഇത് കുടുംബമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളിനെ വിളിക്കുകയും പറയുകയും ആ ഭാര്യയെ വഞ്ചിക്കുന്ന രീതിക്കല്ലേ ആ കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ സുഖം കിട്ടുമോ? പുള്ളിക്കാരിക്ക് ഇപ്പോൾ പറയുമ്പോൾ ഒരു ചെറിയ ചമ്മലൊക്കെ ഉണ്ട്, അതിനുശേഷം വന്നിരുന്നു. ഇങ്ങനത്തെ കമന്റ്സുകൾ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രഷർ കയറിയിട്ട് ഇനി ആരും എന്നെ വിധവ അങ്ങനെ ഇങ്ങനെ എന്നുള്ളത് പറയണ്ട, എൻ്റെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചു, നിക്കാഹ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷോർട്സ് ഇട്ടു. അതൊക്കെ വെറുതെ അതൊക്കെ ഷാജിദാര നമ്പറാണ്. ഇത് മിക്കുള്ള സ്ത്രീകളും പറയണ നമ്പറാണ്. എന്തെങ്കിലും വിഷയം ആവുകയാണെങ്കിൽ പറയും അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അത് ഭാര്യ ഭർത്താവിനെ നോക്കാത്തത് കൊണ്ടാണ് പിന്നെ അയാൾ വേറെ തേടി പോണത്. ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകൾ പറഞ്ഞുണ്ടാക്കണത്. അവർക്ക് വശത്താക്കിയെടുത്ത് അവർക്ക് വിളിക്കുകയും പറയുകയും ചെയ്ത് അവർക്ക് അങ്ങ് അടുപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് മിക്കുള്ള സ്ത്രീകളിലുള്ളതാണ്. കുട്ടികൾ കുടുംബമായിട്ട് കഴിയണമെന്നോ അതിൽ മക്കളുണ്ടെന്നോ ഒന്നും ചിന്തിക്കൂല. അത് അവരെ കുടുംബത്തിൽ എന്തെങ്കിലും വിഷയം ആവുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മുതലെടുക്കും. അയാൾ അങ്ങനെ നോക്കണില്ല, അയാൾ ഇങ്ങനെ നോക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറി അങ്ങ് സ്ഥാപിക്കുന്നു. ഷാജിദ കല്യാണം കഴിക്കുന്നത് നല്ലത് തന്നെ. ഒന്നുകിൽ കല്യാണം അത് ഡിവോഴ്സായി നിൽക്കുന്ന ആളിനെയോ അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബമായിട്ട് കഴിയുന്ന ഒരാളിനെ തിരഞ്ഞെടുക്കുന്നത് അത് ശരിയല്ല. ഭാര്യയായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളിനെ തിരഞ്ഞെടുക്കുന്നത് ശരിയല്ല. അല്ലാതെ വേണമെങ്കിൽ പൊയ്ക്കോ.